അതിദീർഘവും സങ്കീർണവുമായ ചരിത്രമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളുടേത്. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി അശാന്തമായിരിക്കുകയാണ്. താലിബാനെ അംഗീകരിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ മുഖം തിരിച്ചത് എന്തുകൊണ്ടാകാം? 48 മണിക്കൂറിലെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം വീണ്ടും അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിയൊച്ചകൾ കേട്ടു. ആകാശത്ത് തീമഴ ശക്തമായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി താലിബാൻ അധികാരത്തിലേറിയപ്പോൾ പിന്തുണച്ച പാകിസ്ഥാൻ പക്ഷേ 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആ ബന്ധം കാത്തുസൂക്ഷിച്ചില്ല. പകരം താലിബാൻ പാക് ബന്ധം കൂടുതൽ സങ്കീർണമായി. ഡ്യൂറന്റ് ലൈനിലെ വിവിധ ഭാഗങ്ങളിൽ കുറച്ചുകാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ എന്നിവ ഇരുവശത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളിൽ തമ്മിലുണ്ടായ ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. തീവ്രവാദ സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് പാക് സൈന്യം അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് നിലവിലെ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. TTP പാക് ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. TTP നേതാവ് നൂർവാലി മെഹ്സൂദിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെങ്കിലും അയാളെ ഇല്ലാതാക്കുന്നതിൽ പരാജയപ്പെട്ടു. പക്ഷേ ആക്രമണത്തിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്ന് താലിബാൻ വ്യാഖ്യാനിച്ചു. ഇതിനു മറുപടിയായാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം തുടങ്ങിയത്. പാക് സൈനിക അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. ചിലയിടങ്ങളിൽ ചാവേർ ആക്രമണമുണ്ടായി. ഏറ്റുമുട്ടലുകൾ അതിർത്തികൾ അടച്ചിടുന്നതിലേക്ക് വരെ നയിച്ചു. ഇത് വ്യാപാരത്തെയും ജനങ്ങളുടെ സഞ്ചാരത്തെയും ഒരുപോലെ തന്നെ തടസ്സപ്പെടുത്തി. അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരുടെയും സുഹൃത്ത് രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. ഖത്തർ, സൗദി അറേബ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇരുവരോടും സംയമനം പാലിക്കാനും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും സംഭാഷണത്തിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്ന് ഖത്തറും സൗദി അറേബ്യയും അഭ്യർത്ഥിച്ചു. സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനായി ഇരുവർക്കുമിടയിൽ മധ്യസ്ഥ വഹിക്കാമെന്ന് ഇറാനും വാഗ്ദാനം ചെയ്തു. പാകിസ്ഥാൻ താലിബാൻ ബന്ധം ഇന്ത്യക്കും നിർണായകമാണ്. ഇക്കാലം അത്രയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ ഇപ്പോൾ എന്തിനാണ് അവരുമായി കൂടുതൽ അടുക്കുന്നത്? മാറിയ കാലത്തെ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കമാണോ ഇത്? അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ അഫ്ഗാനും വലിയ തലവേദനയാണ് പാകിസ്ഥാൻ. ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ വേളയിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ദൃഢമാകുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാണ് അഫ്ഗാന്റെ നീക്കം. ഭാവിയിൽ ഇന്ത്യക്കും ഗുണം ചെയ്തേക്കാമെന്ന ബന്ധമായതിനാൽ പ്രത്യേകിച്ച് ഇറാനിലെ ചമ്പഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഗതാഗത മാർഗമായാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ കാണുന്നത്. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ ഒരു വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചമ്പഹാർ തുറമുഖത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഫ്ഗാനുമായുള്ള ബന്ധം. 2001 US അധിനിവേശത്തിനു ശേഷം അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിനായി ഭീമമായ തുക ചെലവിട്ട ഇന്ത്യക്ക് അതിന്റെ നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ നിലവിലെ ഭരണകൂടവുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. സുരക്ഷ തന്നെയാണ് മറ്റൊരു പ്രധാന ആശങ്ക. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ സംഘടനകൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നതും താലിബാനുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച ഘടകമാണ്. ആമിർ ഖാൻ മുദ്ധഖയുടെ ഇന്ത്യ സന്ദർശനം നൽകുന്ന സൂചന ഈ പുതിയ നയതന്ത്ര സമവാക്യമാണ്.
പക്ഷേ പാകിസ്ഥാൻ താലിബാൻ പ്രശ്നത്തിൽ നേരിട്ടിറങ്ങാൻ ഇന്ത്യ തയ്യാറാകില്ല. മറ്റൊന്ന്, റഷ്യ മാത്രമാണ് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേയൊരു രാജ്യം എന്നതാണ്. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും താലിബാനെ അംഗീകരിക്കുമോ എന്നും കണ്ടറിയണം.